നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെ അവലോകന യോഗം ചേർന്നു. ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. വഴിക്കടവ് പൂവത്തിപ്പൊയ്യൽ പുല്ലന്തൊടി ജലീലിന്റെ വാഴകൃഷിയാണ് നശിച്ചത്. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നു. ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് വിതരണത്തിന് മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവും സമാധാനപൂർണവുമായി നടത്തുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല ക്രമസമാധാന അവലോകന യോഗം ചേർന്നു. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചുമരെഴുത്ത് തുടങ്ങി UDF. ആര്യടൻ ഷൗക്കത്തിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായാണ് ചുവരെഴുത്ത്. വാർത്തകൾ വിശദമായി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ നോഡൽ ഓഫീസർമാരുടെ അവലോകന യോഗം ചേർന്നു. കളക്ടറുടെ ചേംബറിൽ തെരഞ്ഞെടുപ്പിന്റെ വിവിധ ചുമതലകൾ നിർവഹിക്കുന്ന 25 നോഡൽ ഓഫീസർമാരുടെ യോഗമാണ് ചേർന്നത്. സ്വാതന്ത്ര്യവും നിഷ്പക്ഷവും സുതാര്യവുമായ തിരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ നോഡൽ ഓഫീസർമാരും കൃത്യമായി ചുമതല നിർവഹിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുതാര്യവും നിഷ്പക്ഷവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കുവാൻ കളക്ടർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും നോഡൽ ഓഫീസർമാർ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ച് കളക്ടർ സംസാരിച്ചു. കൃത്യമായ ആസൂത്രണവും ഏകോപനവുമാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ വിജയ ഘടകമെന്നും എല്ലാ ഘട്ടങ്ങളിലും ഉദ്യോഗസ്ഥർ തമ്മിൽ മികച്ച ആശയവിനിമയം ഉണ്ടാകണമെന്നും കളക്ടർ ഓർമ്മിപ്പിച്ചു. യോഗത്തിൽ ADM CS രാജേഷ്, തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജയശ്രീ S വാര്യർ തുടങ്ങിയവർ സംബന്ധിച്ചു. ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. വഴിക്കടവ് പൂവത്തിപ്പൊയ്യൽ പുല്ലന്തൊടി ജലീലിന്റെ വാഴകൃഷിയാണ് നശിച്ചത്. കായ്ഫലമുള്ള 300ഓളം വാഴകൾ കാറ്റിൽ നഷ്ടപ്പെട്ടു. പ്രവാസിയായ ജലീൽ ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് 600ഓളം വാഴ കൃഷി ഇറക്കിയത്. ഇതിൽ പകുതിയോളം വാഴകൾ കാറ്റിൽ നശിച്ചിട്ടുണ്ട്. ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഗ്യാസ് വിതരണത്തിൽ മുൻഗണന നൽകണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലമ്പൂരിലും ഹോട്ടലുകൾ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും സർക്കാർ തലത്തിൽ അടിയന്തര നടപടികൾ വേണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്നതും അനേകം കുടുംബങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നതുമായ ഹോട്ടൽ മേഖലയെ സംരക്ഷിച്ച് നിർത്തേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ LPG സിലിണ്ടർ ലഭിക്കുന്നില്ലാത്ത കാരണത്താൽ, അല്ലെങ്കിൽ ഇന്ന് സർക്കാരുകൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഹോട്ടലുകൾക്ക് സിലിണ്ടർ കൊടുക്കേണ്ട എന്നുള്ളതാണ്. ആ നയം തിരുത്തണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത്. നമുക്ക് നിലമ്പൂർ ടൗൺ അടക്കം വരുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് രാവിലെ ടൗണിലേക്ക് എത്തിയാൽ അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ എല്ലാം നടത്തേണ്ടത് ഈ ഹോട്ടലാണ്. നിലമ്പൂരിൽ തിരുവനന്തപുരത്തു നിന്നും
രാജറാണി ട്രെയിൻ വെളുപ്പിന് നിലമ്പൂർ വന്നാൽ ഇവിടെ നിന്നും ഗൂഡല്ലൂരിലേക്കും അതേപോലെ തന്നെ ബത്തേരിയിലേക്കും മഞ്ചേരിയിലേക്കും ഒക്കെ പോകേണ്ട അനേകം യാത്രക്കാർ നിലമ്പൂരിലുള്ള ഹോട്ടലുകളെയാണ് പ്രാഥമിക കർമ്മങ്ങൾ നടത്താൻ വേണ്ടി അവർ കണ്ടെത്തുന്നത്. ഇപ്പോൾ നിലമ്പൂരിലുള്ള അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ ഇത് വ്യാപകമായിട്ടുള്ള ഒരു ദുരന്തം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. നിലമ്പൂരിൽ പുലർച്ചെ മുതൽ യാത്രക്കാർ കൂടുതൽ എത്തുന്ന ടൗണാണ്. രാജറാണിയിൽ വന്നിറങ്ങി വയനാട് നീലഗിരി ഭാഗത്തേക്കും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നവർ ഭക്ഷണത്തിനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും ഹോട്ടലുകളെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുന്നത് ഏറെ പേരെയാണ് ബാധിക്കുന്നത്. ഇന്ധന ലഭ്യത കുറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകളെ അവശ്യ സർവീസിൽ ഉൾപ്പെടുത്തി ഇന്ധനം എത്തിക്കുന്നതിന് അനുമതി നൽകണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രതിസന്ധി ഗാർഹിക മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുമെന്ന ആശങ്കയുമുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. യൂണിറ്റ് പ്രസിഡന്റ് സ്കറിയ കിനാത്തോപ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് യൂണിയൻ, സെക്രട്ടറി ഷാനവാസ്, സിറ്റി പാലസ്, ട്രഷറർ പി മോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവും സമാധാനപൂർണവുമായി നടത്തുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയലിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല ക്രമസമാധാന അവലോകന യോഗം ചേർന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ക്രമസമാധാന പാലനത്തിൽ ജില്ലയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനുമായാണ് ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നത്. ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഭാഗങ്ങളിൽ ലഹരി വസ്തുക്കൾ, കണക്കിൽപ്പെടാത്ത പണം, ആയുധങ്ങൾ എന്നിവ കടത്തുന്നത് തടയുവാൻ കർശനമായ ചെക്ക് പോസ്റ്റ് പരിശോധനകൾ നടത്തുമെന്നും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംയുക്ത പട്രോളിംഗ് ഏർപ്പെടുത്തുമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. സെൻസിറ്റീവ് ബൂത്തുകളെ പ്രത്യേകം തരംതിരിച്ച് അവിടെ വെബ്കാസ്റ്റിംഗും കേന്ദ്രസേനയുടെ സേവനവും ഉറപ്പാക്കുവാൻ തീരുമാനിച്ചു. സമാധാനപൂർണമായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ ജില്ലാ കളക്ടർ ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചു. ജില്ലയിൽ സമാധാനപരമായ പോളിംഗ് ഉറപ്പാക്കുന്നതിന് സഹകരണം ആവശ്യമാണെന്നും ചട്ടലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ഇലക്ഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജയശ്രീ എസ് വാര്യർ, ADM CS രാജേഷ്, ഫോറസ്റ്റ്, എക്സൈസ്, BSF തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചുമരെഴുത്ത് തുടങ്ങി UDF. ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാനിരിക്കെ UDF സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൗക്കത്തിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായാണ് ചുമരെഴുത്ത്. മണ്ഡലത്തിൽ നിലവിലെ MLA ആര്യടൻ ഷൗക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയാവുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രചരണ പരിപാടികൾക്ക് തുടക്കമിടുന്നത്. കോൺഗ്രസ് മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റും പ്രവാസി കോൺഗ്രസ് നേതാവുമായ ഷാനവാസ് പട്ടിക്കാടനാണ് ചുമരെഴുത്ത് നടത്തുന്നത്. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് അടിയന്തര ചികിത്സ നൽകാൻ ആര്യടൻ ഷൗക്കത്ത് MLAയുടെ ഇടപെടൽ. ഇന്ന് രാവിലെ 9 മണിയോടെ മമ്പാടാണ് അപകടമുണ്ടാകുന്നത്. തൊട്ടുപിറകിലെത്തിയ MLAയുടെ ഔദ്യോഗിക വാഹനത്തിലാണ് എടവണ്ണ സ്വദേശിയായ യുവതിയെ എടവണ്ണ EMC ആശുപത്രിയിൽ എത്തിച്ചത്. നിലമ്പൂരിൽ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ മഞ്ചേരി ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ മമ്പാട് ടാണയ്ക്ക് സമീപം MLAയുടെ വാഹനത്തിന് മുൻപിൽ ഒരു ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽ യുവതി പരിക്കേറ്റ് റോഡരികിൽ കിടക്കുന്നത് കണ്ട MLA ഉടൻ തന്നെ യാത്ര നിർത്തി. പരിക്കേറ്റ യുവതിയെ MLA സ്വന്തം വാഹനത്തിൽ എടവണ്ണയിലെ EMC ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. എടവണ്ണ മുണ്ടേക്കര സ്വദേശിനി സീനത്തിനാണ് പരിക്കേറ്റത്. ഡോക്ടർമാരുടെ പരിചരണത്തിൽ കഴിയുന്ന യുവതി നിലവിൽ സുഖം പ്രാപിച്ചു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. സഹജീവികളോടുള്ള കരുണയും കരുതലും മുറുകെ പിടിച്ച നിലമ്പൂരിയൻസ് കൂട്ടായ്മ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഇഫ്താർ വിരുന്നൊരുക്കി ടീം നിലമ്പൂരിയൻസ് കൂട്ടായ്മ. ആശുപത്രിയുടെ പരിമിതികൾക്കിടയിലും നോമ്പ് തുറക്കുവാൻ ഒത്തുചേർന്ന നോമ്പുതുറ നിമിഷങ്ങൾ ഏറെ ഹൃദ്യമായിരുന്നു. ഡോക്ടർ ജലാലുദ്ദീൻ, ഷാജഹാൻ പായമ്പാടം, അർഷാദ് യൂണിയൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ടീം നിലമ്പൂരിയൻസ് ഭാരവാഹികൾ നേതൃത്വം നൽകി. ബ്ലൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും എരഞ്ഞിമങ്ങാട് പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. അലി ഷാക്കർ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി. എരഞ്ഞിമങ്ങാട് ഖത്തീബ് മുഹമ്മദ് മൗലവി, സുഹൈർ സഹ്രി മൗലവി എന്നിവർ മുഖ്യ സന്ദേശം നൽകി. ക്ലബ്ബ് രക്ഷാധികാരികളായ ഹാരിസ് ആട്ടേരി, ടി ഗഫൂർ, നാലകത്ത് ചെറിയാപ്പു, നിസാം ആലുങ്ങൽ എന്നിവർ സംസാരിച്ചു. KP ജംഷീദ്, CT ജംഷാദ്, T അനസ്, CT മുനീർ, K റഷീൻ, C ജംഷീദ്, ലത്തീഫ്, T യാസർ, KP അയ്യൂബ്, T ഷുഹൈബ്,
കെ നവാസ്, എ ആഷിഖ്, വി പി സനൂപ്, എം ജനീഷ്, കെ ജലീൽ, എം അലി എന്നിവർ നേതൃത്വം നൽകി. 2000-ഓളം പേർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.